മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലാലിച്ചൻ നമ്മുടെ അപ്പച്ചനോട് ചോദിക്കുന്നു, അപ്പച്ച അപ്പോൾ അവളെ പറഞ്ഞയക്കണ്ടേന്ന് ചോദിക്കും. അത് പിന്നെ പറഞ്ഞയക്കൊന്നും വേണ്ട, നമുക്കേ അവളെ തരാതരം അതൊക്കെ നോക്കി കണ്ടും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പിന്നെ നീ അവളോട് കുറച്ചും കൂടെ സ്നേഹത്തോടൊക്കെ പെരുമാറണം കേട്ടോ. അവൾക്ക് ചെറിയ വിഷമമുണ്ട്, നീ അവളോട് സ്നേഹം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഓ അങ്ങനെ, പിന്നെ എന്നാ പിന്നെ അപ്പച്ചൻ പോകുകയല്ലേന്ന് ചോദിക്കും. വൈകിട്ട് അപ്പച്ചൻ ആരെ കാണാണ്ടെന്ന് പറഞ്ഞല്ലോ. ഏയ് ഞാനങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കും. എനിക്ക് വൈകിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നാളെ പോകുമോ? നാളെയും ഞാൻ തീരുമാനിക്കും. എൻ്റെ അപ്പച്ചൻ ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും പോകില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. എടാ പിന്നെ അപ്പം പറയും, അതൊക്കെ പോട്ടെ, അപ്പച്ചനെ ഞാൻ ഒരെണ്ണം ഒഴിക്കട്ടെ എന്ന് ചോദിക്കും. എനിക്ക് വേണ്ട, എനിക്ക് അലീന കൊച്ചിനോട് കുറച്ചും കൂടെ സംസാരിക്കാനൊക്കെ ഉണ്ട്. അവൾക്ക് ഇഷ്ടമല്ലടാ കുടിക്കുന്നതും വലിക്കുന്നതും, അതുകൊണ്ട് ഞാനും ഇപ്പം കുറച്ച് നിർത്തി എന്ന് പറയുന്നത്. അങ്ങനെ അലീനയുടെ പ്രിയപ്പെട്ട ആളായി അപ്പോൾ വല്യപ്പച്ചൻ. അപ്പോൾ അലീന വല്യപ്പച്ചനെ കയ്യിലെടുത്തു. അങ്ങനെ പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ വീട്. കിച്ചണിൽ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് അലീനെ പഠിപ്പിച്ചു കൊടുത്ത സ്വഭാവം നല്ല രീതിയിൽ തന്നെയാണ് അവരവിടെ ചെയ്യുന്നത്. ഓരോരുത്തർ 3 3 രീതിയിൽ പാചകങ്ങളൊക്കെ ചെയ്യുന്ന, ഒരാൾ പാത്രം കഴുകുമ്പോൾ ഒരാൾ ചോറ് വയ്ക്കും, അങ്ങനെ എല്ലാ പണി. അപ്പോൾ അവരെ ചിരിയും കളിയും തമാശയൊക്കെ കണ്ട് ബബിതനെ അടിക്കാൻ വേണ്ടി രോഹിത്ത് ഓടി വരുന്നതാണ്. അപ്പോൾ അമ്മനെ കാണുമ്പോൾ അമ്മ ഇത് കണ്ടാ ഏട്ടൻ എന്നെ തല്ലാൻ വരും എന്ന് പറയും. ഞാൻ കണ്ട്, ഇവിടെ എന്തോ ഒച്ചയും ബഹളം, നിങ്ങൾ എന്തെടുക്കാന്ന് ചോദിക്കും. ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ചോറും കറിയൊക്കെ വയ്ക്കുന്നതെന്ന് ചോദിക്കുന്നത്. നിങ്ങളോ? പിന്നെന്താ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഞങ്ങൾക്ക് വിശന്നപ്പം ഞങ്ങൾ അടുക്കളയിൽ കയറി ഞങ്ങൾ പാചകം ചെയ്യണമെന്ന് പറയും. ഞങ്ങളല്ലീന ചേച്ചി എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറയും. ഒരു കുലീന എന്ന് പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു വീട് എങ്ങനെ കൊണ്ടുനടക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറയും. അങ്ങനെ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ വൈജയന്തി നേരെ തിരിഞ്ഞങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വരും. ബാലചന്ദ്രൻ വരുന്ന കാണുമ്പോൾ വൈജയന്തി വന്നു കഴിഞ്ഞിട്ട് പറയും, തിങ്കളാഴ്ച തുടങ്ങി എനിക്ക് ബാങ്കിൽ പോകണം, അതിന് ഞാനെന്ത് വേണമെന്ന് ചോദിക്കും. പറയാനുള്ളൊരു മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയും. മര്യാദ നിനക്കോ എന്ന് ചോദിക്കും. നീ പോണതും വരുന്നതൊക്കെ എന്നോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളായിട്ട് തല്ല് പിടിക്കാനില്ല എന്ന് പറയും. പറയാനുള്ളത് പറഞ്ഞു, അത്ര തന്നെ. എനിക്കൊരു കാറ് വേണം, ബാങ്കിൽ പോയി വരാൻ ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. എന്തിന് കാറ്? എൻ്റെ കാറ് ഇപ്പോഴൊന്നും കിട്ടില്ലല്ലോ, ഒരു ചെറിയ കാറ് വാങ്ങാനാ. അതിന് നിൻ്റെ കയ്യിൽ പണം ഇല്ലേ, നീയല്ലേ ബാങ്ക് എന്ന് പറയും. പണമൊക്കെ ഞാൻ ഇറക്കിക്കോളാം, ജാമ്യം നിന്നാൽ മതി എന്ന് പറയും. ജാമ്യം നിൽക്കാനോ? നിൻ്റെ ആങ്ങളമാരെ പോയി വിളിക്കരീന്ന് പറയും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, പിന്നെ എൻ്റെ ആങ്ങളമാരെ ഒന്നും പറയണ്ടെന്ന് പറയും. എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. വൈജയന്തിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ പറയും, എനിക്കേ ഒരു ജോലിക്കാരിയെ വേണമെന്ന് പറയും, അലീനയ്ക്ക് പകരം എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ താഴ്ത്തിക്ക് ഇറങ്ങിയിട്ട് പറയും, അലീനയ്ക്ക് പകരം ഒരു ജോലിക്കാരിയെ നിനക്ക് ജീവിതത്തിൽ കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞുമോളോ ലീലയോ കോമളയോ അങ്ങനെയുള്ളവരെ കിട്ടും. നീ ഒരു കാര്യം ചെയ്യോ, നിനക്ക് ഇഷ്ടമുള്ള ജോലിക്കാരിനെ നീ വെച്ചോ, എന്നിട്ട് ശമ്പളവും നീ കൊടുത്തോ. ഈ വീട്ടിലെ വേറൊരു വേലക്കാരികൾ ആവശ്യമില്ല. എൻ്റെ മക്കളെല്ലാം പഠിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് എല്ലാതും അറിയാം, അത് മതി. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് അത് മതി. നിനക്ക് വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു ജോലിക്കാരി വെച്ചോ നിൻ്റെ കാര്യങ്ങൾക്ക് എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ മുകളിലേക്ക് പോകുമ്പോൾ കൈ ചുരുട്ടി അങ്ങോട്ട് മേശയും ഒരു അടിയടിക്കിന് വൈജയന്തി. അപ്പോൾ അതിനിടയ്ക്ക് പഴയകാല ചരിത്രങ്ങളൊക്കെ ബാലചന്ദ്രൻ ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങളാണ് പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഴിഞ്ഞാടി നടന്നതെന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാണ്ട് വൈജയന്തി ബാലചന്ദ്രൻ ഇനി പറയുന്നത്. ബാലചന്ദ്രൻ തൽക്കാലം അതിന് മറുപടി ഒന്നും കൊടുക്കാണ്ട് നേരെ പോകും. പിന്നെ കാണിക്കുന്നത് പുതിയ ജോലിക്കാരൻ വരുന്നുണ്ട്. നമ്മുടെ ജോലിക്കാരനല്ല ഉണ്ടായിരുന്നതാണ്, ലീവ് എടുത്ത് പോയതാണ്, കാർ ഡ്രൈവറാണ്. അപ്പോൾ ബൈജു അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം പോവുള്ളൂ, അകലേക്കൊക്കെ പോകണമെങ്കിൽ അയാൾ വേണം. അപ്പോൾ ആൻ്റെപ്പം ചോദിക്കുന്നുണ്ട്, നീ എത്ര ദിവസമായിട്ട് പോയിട്ടെന്ന് ചോദിക്കും. അപ്പോൾ വല്യപ്പച്ചനും ചോദിക്കും, അതെ ഒരാഴ്ചയായി പോയിട്ട് എന്ന് പറയും. ജോലിയിൽ ആത്മാർത്ഥത ഇല്ലെങ്കിലേ ഇട്ടിട്ട് പോകണോടാ എന്ന് വല്യപ്പച്ചൻ പറയും. അങ്ങനെ പറയല്ല കുട്ടിച്ച, അതെ കൊച്ചിന് വയ്യാണ്ടായി, ഭാര്യയ്ക്കാണെങ്കിൽ തണ്ടൽ വേദന, ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിവരം വിളിച്ച് പറയാനുള്ള മര്യാദ കാണിക്കണോടാ എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ അകത്തേക്ക് പോകും. ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. ഇവിടെ നീ പോയതിന് ശേഷം ഒരു വിശേഷം ഉണ്ടെന്ന് പറയും. അതൊക്കെ പിന്നെ പറയും, അകത്തേക്ക് വരാൻ പറയും. അകത്തേക്ക് വരുമ്പോൾ ഹൗസ് സോപ്പ് അടുക്കളയിലുണ്ടാവും. അപ്പോൾ ഹൗസ് സോപ്പ് ചേട്ടാന്ന് പറയും. നീ വന്നോ? എടാ ഇവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, ആൻ്റെപ്പേട്ടൻ പറഞ്ഞു, പക്ഷെ മുഴിപ്പിച്ചില്ല, എന്താന്ന് പറയും. സാറിൻ്റെ മകളെന്ന് പറഞ്ഞൊരുത്തിനെ കൊണ്ട് എഴുന്നള്ളിച്ചിട്ടുണ്ട് എന്ന് പറയും. സാറിൻ്റെ മകളോ? അതെന്താ നമ്മളറിയാത്ത മകള്?
അങ്ങനെയാണെന്ന് പറയും. വിട്ടിച്ചനൊന്നും പറഞ്ഞില്ലേ? അല്ല സോപ്പച്ചനൊന്നും പറഞ്ഞില്ലേ എന്ന് പറയും. ഓ എന്ത് പറയാൻ, ആളൊന്നും പറഞ്ഞൊന്നുമില്ല എന്ന് പറയും. ആളിപ്പോൾ അതെല്ലാം പറഞ്ഞ് പറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കൊച്ചുമോളൊന്നും പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കണമെന്ന് പറയും. നിങ്ങളെനിക്കൊരു ചായയോ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയണം. നമുക്കൊരു ഭാര്യയാവോ, ഏതാണ്ടൊക്കെ നമുക്ക് ഭാര്യയാവേണ്ട ലക്ഷണമൊക്കെ കാണുന്നുണ്ട് പറയും. പിന്നീട് അതോ കുട്ടിച്ചായൻ ആൻ്റപ്പനെ കുറേ വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ തന്നെ മനസ്സിൽ പറയുന്നുണ്ട്, വെറുതെ അല്ല ഈ ലാലിച്ചനെ ഉറക്കാൻ ചെവി പടക്കം പൊട്ടണ പോലെ ഇവന്മാരെ വിളിക്കുന്നത്, ഒരാവശ്യത്തിന് കിട്ടില്ല എന്ന് പറയും. അങ്ങനെ അപ്പോൾ തന്നെ അയാൾ വരും. അത് ശരിയാ, വടക്കോട്ട് നോക്കി വിളിക്കുമ്പോൾ നീ തെക്കുന്ന് വരുമല്ലേ എന്ന് പറയും. എന്താന്ന് ചോദിക്കും. എടാ അലീന എന്തേന്ന് ചോദിക്കും. അത് മുറിയിലില്ലേ? ഇല്ല. മുറിയിലില്ലെങ്കിൽ അടുക്കളയിൽ അല്ലെങ്കിൽ പട്ടിയുടെ അടുത്ത്, ഇതിലേതെങ്കിലും എടുത്ത് നായ്ക്കളെടുത്ത്, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ അതെന്ന് പറയും. അതങ്ങനെയാണെന്ന് പറയും. അത് നല്ലതല്ലേടാ, ഇപ്പോഴത്തെ പെൺപിള്ളേരാണെങ്കിലോ മൊബൈലിൽ തോണ്ടിക്കൊണ്ടേയിരിക്കും. ഇതൊന്നുമില്ലെങ്കിൽ അടുക്കളയിലല്ലെങ്കിൽ നായ്ക്കളെ അടുത്തല്ലേ, അത് നല്ല സ്വഭാവമാണെന്ന് പറയും. പോയി വിളിച്ചുണ്ടായോ എന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അലീന വരും. വലിയപ്പച്ചൻ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കും. വിളിച്ചു. നീ എവിടെയായിരുന്നു മോളെ? ഞാൻ നിൻ്റെ മുറിയിലേക്ക് വന്നല്ലോ എന്ന് പറയും. ഞാനേ നായ്ക്കളെ അടുത്ത് പോയിരിക്കുകയായിരുന്നു എന്ന് പറയും. എനിക്കിവിടെ വർത്തമാനം പറയാൻ അവരൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറയും. നീ പോയി റെഡി ആയിട്ട് വാ മോളെ, നമുക്ക് ലാലിച്ചൻ്റെ എസ്റ്റേറ്റൊക്കെ ഒന്ന് കാണണ്ടേ. എന്തിന്? അവൻ്റെ സ്വത്തുക്കളൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നൊക്കെ നീ അറിഞ്ഞിരിക്കണ്ടേ. അത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്തിനാ വല്യപ്പച്ചാന്ന് ചോദിക്കും. നിനക്കും കൂടി അവകാശപ്പെട്ടതല്ലേ മോളെ എന്ന് ചോദിക്കും. എനിക്കൊന്നും വേണ്ട വല്യപ്പച്ച, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണോ വന്നത്? അതല്ല, ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ വന്നത്? ഏതോ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കാനെന്നും പറഞ്ഞല്ലേ വന്നത്. എനിക്കൊന്നും വേണമെന്നില്ല എന്നറിയും. അതൊന്നും നീ തീരുമാനിക്കണ്ട. നിനക്ക് വേണ്ടതും അതിനപ്പുറവും ലാലിച്ചൻ തരും മോളെ എന്ന് പറയും. മോള് പോയി റെഡി ആയിട്ട് വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയും. എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് റെഡി ആവാനൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ എന്നാലും മലീനകത്തേക്ക് പോവും. കുട്ടിച്ചനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാലിയും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രൈവറോട് പറയും, നീ വരണ്ട, ഞാൻ വണ്ടി ഓടിച്ചോളാം എന്ന് പറയും. അപ്പോൾ തന്നെ അയാൾ വണ്ടിയൊക്കെ കഴുകി സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീനയും വലിയപ്പച്ചനും കൂടി നടന്ന് വരുന്നു രണ്ടാൾ. അങ്ങനെ അലീനനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണിങ്ങനെ വിടർന്ന് പോകണം, കാരണം നല്ല സുന്ദരിയായ ഒരു കുട്ടീനെ. അപ്പോൾ നമ്മുടെ അലീനനെ ശരിക്കും സാബിൻ ഇവർ എന്തോ ഒരു സ്വന്തം, അതായത് ഒരു വേലക്കാരിയായിട്ടൊന്നും തോന്നിയില്ല, ഒരു നല്ല തറവാട്ടി പിറന്നൊരു കുട്ടിയായിട്ടാണ് അയാൾക്ക് തോന്നിയത്. അയാളുടെ മുഖേന സന്തോഷം കൊണ്ട് വിടർന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ലാലിച്ചൻ വണ്ടിയിൽ കയറിയിരിക്കും. പറയും, അലീന ഫ്രണ്ടിൽ കയറിക്കോ, അപ്പച്ചൻ ബാക്കിൽ കയറിക്കോളൂ എന്ന് പറയും. അത് വേണ്ട, വല്യപ്പച്ചൻ കയറിക്കോ, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോളാം. നീയല്ല സ്ഥലങ്ങളൊന്നും കാണാത്തത്, അതുകൊണ്ട് നീ സ്ഥലങ്ങളൊക്കെ കാണാം. മോള് കയറി ഫ്രണ്ടിലിരിക്കുക, ഞാൻ എന്തോരം ഫ്രണ്ടിലിരുന്നാണ്, എനിക്ക് ബാക്കിലിരുന്നാലും മതി എന്ന് പറയും. വല്യപ്പച്ചൻ ഇരുന്നോന്ന് പറയും. അലീന എന്ന് പറയും. അപ്പോഴത്തേനും അലീനയ്ക്ക് മനസ്സിലായി ദേഷ്യം വന്നെന്നുള്ള കാര്യം. അങ്ങനെ വേഗം അലീന ഫ്രണ്ടിൽ കയറിയിരിക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നെ പ്രമോ ഭാഗത്തിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കാണിക്കുന്നത് തോട്ടവും സർവത്ര സാധനങ്ങളും സ്വത്തുമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാന്ന് പറഞ്ഞപ്പോൾ ജോലിക്കാരെ വെച്ച് ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊരു ബുദ്ധിയില്ലായ്മ ഉണ്ടോ എന്നിങ്ങനെ ലാലിച്ചന് തോന്നുന്നു. അപ്പോൾ ലാലിച്ചൻ അപ്പച്ചനോട് പറയും, നമ്മൾ എന്ത് പറഞ്ഞാലും എതിരാണല്ലോ പറയണേ, ബുദ്ധി കുറവുണ്ടോ എന്ന് ചോദിക്കും. ബുദ്ധി കൂടുതലുണ്ട് അവൾക്ക്, അത് നിനക്ക് മനസ്സിലാവാണ്ടെന്ന് വല്യപ്പച്ചൻ ഇങ്ങനെ അഭിമാനത്തോടെ പറയുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.